ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ ദൈവസഭ, ദൈവിക മർമ്മം എന്ന വിഷയമാണ് ഇവിടെ നമ്മൾ വിചിന്തനിച്ചാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പത്രോസിനോടായിട്ട് പറയുന്നു, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അതായത് മാനുഷികമായ ഒരു പഠനമോ ഒരു തിരിച്ചറിവോ അല്ല, അതിലുപരിയായി സ്വർഗസ്ഥനായ പിതാവ്, ദൈവം തന്നെ നിനക്കിത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് യേശു ക്രിസ്തു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. അതായത് അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ഏതെങ്കിലും പഠനത്താലല്ല, പ്രത്യുത സൃഷ്ടാവായ ദൈവം തന്നെ ഒരുവൻ്റെ ഹൃദയത്തിൽ അത് പ്രകാശിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അനിവാര്യമായിരിക്കുന്നത്. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു, ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വാദം കൊണ്ടോ തർക്കം കൊണ്ടോ ഒന്നും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒരുവന് തിരിച്ചറിയാൻ കഴിയുന്നതല്ല. അത് ദൈവം തന്നെ അവൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ, അന്തരംഗത്തിൽ അത് വ്യക്തമായി അവൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാതെ വണ്ണം ഒരുവനത് വ്യക്തമായി ബോധ്യമാകുന്നു. അതാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ ഒരുവനിൽ സാധ്യമാകുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്.
വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിക്കുക. ഇവിടെ നോക്കണമേ, വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാടുകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. അതെങ്ങനെയാണ്? വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പോൾ വെളിപ്പാട് ദൈവമായിട്ട് തന്നെ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും പ്രാപ്തിക്കും പഠനങ്ങൾക്കും കഴിവുകൾക്കും ഉപരിയായി അവൻ്റെ അന്തരംഗത്തിൽ അത് വ്യക്തമായി അവനത് കാണുന്നു, അവനത് ഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അവൻ്റെ ഹൃദയത്തിൽ അത് വളരെ ആഴത്തിലത് പതിയുകയാണ്. യാതൊന്നിനാലും മാറ്റിക്കളയാൻ കഴിയാതെ വണ്ണം ദൈവത്താലുള്ള ആ പ്രദർശനം ഒരുവൻ്റെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിയുന്നു. അപ്പോൾ തന്നെ നാം ഈ വെളിപ്പാട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിലും വെളിപ്പാട് എന്ന തരത്തിൽ പല കാര്യങ്ങളും പല വ്യക്തികളും കൈകാര്യം ചെയ്യുമ്പോൾ തിരുവെഴുത്തിലൂടെ അതിൻ്റെ ആധികാരികതയെ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പഴയ നിയമത്തിൽ ആകമാനം പരിശോധിക്കുമ്പോൾ ദൈവം വ്യത്യസ്തമായ നിലകളിൽ അവിടുന്ന് തിരഞ്ഞെടുത്ത പ്രവാചകന്മാരോട് അവിടുത്തെ ആലോചനകൾ അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിരന്തരമായിട്ട് നമുക്കത് കാണാൻ കഴിയും. പക്ഷേ അവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ദൈവം കാണിച്ച ആ വെളിപ്പാടുകളെ പൊരുള് തിരിച്ചു കൊടുക്കുന്നതും ദൈവം തന്നെയാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മുടെ അറിവ് കൊണ്ടോ പരിചയങ്ങൾ കൊണ്ടോ ചെയ്ത് ശീലിച്ച പാരമ്പര്യങ്ങൾ കൊണ്ടോ ഒന്നും ദൈവം തരുന്ന ഒരു വെളിപ്പാടിനെ നമ്മുടേതായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ദൈവം എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം യിരെമ്യാവിന് ഒരു ദർശനം കൊടുക്കുകയാണ്, ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. യിരെമ്യാ പ്രവചനം 24-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ. അതിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ 24-ൻ്റെ 1 മുതൽ 4 വരെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിൻ്റെ മകനായി യഹൂദാ രാജാവായ യെഖൊന്യാവെയും യഹൂദാ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച്
യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കുട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം, എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ശേഷമാണ് 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വ്യക്തമായിട്ട് ആ ജനത്തിന് വരുവാനുള്ള നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ദൈവം തന്നെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നോക്കണം, അത്തിപ്പഴത്തെ കാണിക്കുന്നു. സാധാരണഗതിയിൽ അത്തിപ്പഴം കാണുമ്പോൾ നാം അത് ഏറ്റവും ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണെന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്, നാം ബുദ്ധിയിൽ അത് ചെയ്താൽ. എന്നാൽ യഹോവയായ ദൈവം അത് വ്യക്തമായിട്ട് അതിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ആശയങ്ങളെ കൈമാറുകയാണ്. അതേപോലെ പഴത്തിൻ്റെ കാര്യം ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അത് വ്യക്തമായിട്ട് ആമോസിനെയും അത്തരത്തിലൊരു വെളിപ്പാട് കാണിക്കുകയാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. തുടർമാനമായി 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വ്യത്യസ്തമായ നിലവിളിൽ ആമോസോട് സംസാരിക്കുന്ന നമ്മൾ കാണുകയാണ്. ആമോസ് 8-1 മുതൽ 3 വരെ. യഹോവയായ കർത്താവ് എനിക്ക് ഒരു കുട്ട പഴുത്ത പഴം കാണിച്ചു തന്നു. ആമോസേ, നീ എന്ത് കാണുന്നു എന്നവൻ ചോദിച്ചതിന്, ഒരു കുട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് അരുളി ചെയ്തത്, എൻ്റെ ജനമായ ഇസ്രയേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. 3-ാമത്തെ വാക്യം, അന്നാളിൽ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ശവം അനവധി, എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും, മിണ്ടരുത്. നോക്കണേ, ഇവിടെ ഒരു കൂട്ട പഴുത്ത പഴം കണ്ടാൽ അതിനെ നന്മയുടെ അനുഭവമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ നമ്മുടെ സ്വബുദ്ധിയിൽ തോന്നിയേക്കാം. എന്നാൽ ഇവിടെ യഹോവ അരുളി ചെയ്യുന്നത്, എൻ്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പോൾ ഓർക്കണം, ഇവിടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ഒരേ അനുഭവത്തെ തന്നെ കാണിച്ചുകൊണ്ട് അതിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെ യഹോവയായ ദൈവം തന്നെ പൊരുതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് വെളിപ്പാട്. ദൈവമാണ് അത് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ദൈവമാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. യെശയ്യാപ്രവചനം 28-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കും. കന്മഴ വ്യാജശരണത്തെ നീക്കിക്കളയും, വെള്ളം ഒളിപ്പിടത്തെ ഒഴുകിക്കൊണ്ടുപോകും. ഇവിടെ ഒരു തൂക്കുകട്ടയുടെ കാര്യം രേഖപ്പെടുത്തുകയാണ്. നീതിയെ തൂക്കുകട്ടയും. അപ്പോൾ നീതി കൊണ്ട് കാര്യങ്ങളെ അളക്കുന്ന, പണിയുന്ന,
അതിൻ്റെ പണിയെ പരിശോധിക്കുന്ന ഒരനുഭവത്തെ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ അവിടെ ഒരു തൂക്കുകട്ട ദൈവം വെളിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇസഹാക്കിൻ്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിൻ്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും. ഞാൻ യൊരോബെയാം ഗൃഹത്തോട് വാളുമായി എതിർത്ത് നിൽക്കും എന്നരുളി ചെയ്തു. അപ്പോൾ ഇവിടെ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് ജനത്തെ ശിക്ഷിക്കുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ സക്കരിയാവിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഒരു തൂക്കുകട്ടയുടെ കാര്യം പരിശുദ്ധാത്മ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ 9-10 വാക്യങ്ങൾ, സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ദൈവം ഒരേ വസ്തുവിനെ തന്നെ കാണിച്ചുകൊണ്ട് വ്യത്യസ്ത നിലവാരത്തിൽ അതിൻ്റെ അർത്ഥത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പരമപ്രധാനമായൊരു വസ്തുത, ദൈവം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വെളിപ്പാടായോ ദർശനമായോ കാണിച്ചു തന്നാൽ അതിനെ നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ടോ അനുഭവങ്ങൾ കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും വ്യാഖ്യാനിക്കുവാൻ നാം തുനിയരുത്. പ്രത്യുത അതിലൂടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിയുവാൻ ദൈവമുഖം അന്വേഷിച്ച് അവിടുത്തോട് പ്രാർത്ഥിച്ച് നാം ആ കാര്യത്തിൽ ദൈവശബ്ദം കേൾക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് നമ്മളിവിടെ കാണുകയാണ്. സക്കരിയാവിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നു. വിവിധ അനുഭവങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തുകയാണ്. യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 37-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെയും ദൈവം തൻ്റെ ഭക്തനെ യെഹെസ്കേലിനെ എങ്ങനെയാണ് തൻ്റെ സന്ദേശം അറിയിക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇത് തുടർമാനമായിട്ട് 14-ാമത്തെ വാക്യം വരെ യെഹെസ്കേൽ വിവരിക്കുകയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ യഹോവയുടെ ആത്മാവ്
യെഹെസ്കേലിനോട് വ്യക്തമായി സംസാരിക്കുകയാണ്. നോക്കണം, അസ്ഥിത്താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് യെഹെസ്കേൽ പറയുന്ന മറുപടി നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ താൻ ആ അവസ്ഥയിൽ ആ അസ്ഥികളെക്കുറിച്ച് ഒരു വാക്കുപോലും ഉരുകാടാൻ തുനിയാതെ ദൈവത്തിൽ തന്നെ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. യഹോവയായ കർത്താവെ അവിടുന്ന് അറിയുന്നു. ആ മറുപടിക്ക് ദൈവം പ്രതിവചിക്കുക. എന്താണ്? അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ശേഷം ആ പ്രവചനവാക്യങ്ങൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭക്തനായ യെഹെസ്കേൽ ഇവിടെ ഒരു വാക്കുപോലും തൻ്റെ ബുദ്ധിയിലോ അല്ലെങ്കിൽ ചിന്തയിലോ ഒന്നും ഉരിയാടാൻ തുനിയാതെ സമ്പൂർണമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിലും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഒരു കൊട്ട പഴം കണ്ടാലോ, അസ്ഥികൾ കണ്ടാലോ, തൂക്കുകെട്ട കണ്ടാലോ, നാം വ്യക്തികളുടെ മുഖം നോക്കിയോ, സാഹചര്യങ്ങൾ നോക്കിയോ, അവസ്ഥകൾ നോക്കിയോ അതിൽ നമ്മുടേതായ ഒരു ആലോചന പറയാൻ തുനിയാതെ ദൈവം എന്താണ് അതിലൂടെ ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ. ഇത് നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടുന്ന ഒരാത്മീയ സത്യമാണ്. ഇവിടെ പത്രോസിനോട് യേശുക്രിസ്തു പറയുന്നു, മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. അപ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവായ ദൈവമാണ്. അപ്പോൾ ഇത്തരത്തിൽ അനുദിനം ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് ആത്മീയമായ അനുഭവങ്ങളെ പ്രാപിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവ് തന്നെ അനുഗമിച്ച പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് അവരെ പോഷിപ്പിക്കുകയാണ്. അവിടെ ഓർക്കുക, 5000-ത്തോളം പുരുഷന്മാരുണ്ട്, അവരുടെ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വലിയൊരു ജനതതി. എന്നാൽ അടുത്ത ദിവസവും പുരുഷാരം യേശുവിനെ തേടി വരികയാണ്. എന്നാൽ യേശു മറുകരയായതുകൊണ്ട് ശിഷ്യന്മാർ ചെറു പടകുകളിൽ മറുകരയിലെത്തി യേശുവിനെ കാണുമ്പോൾ അവിടുന്ന് ആത്മീയമായ അർത്ഥങ്ങളെ ആ ജനത്തോട് പങ്കുവയ്ക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം തിന്ന അപ്പവും മീനും അല്ല യഥാർത്ഥത്തിൽ അവർക്ക് ജീവനെ നൽകുന്നത്, മറിച്ച് സാക്ഷാൽ ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിനെ തന്നെ അവരുൾക്കൊള്ളണം എന്നുള്ള ആത്മീയ സത്യം യേശുക്രിസ്തുവോട് പങ്കുവയ്ക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാടും ദാഹിക്കുകയില്ല.
എന്നാൽ ഈ ആത്മീയ സത്യങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിയാതെ അവർ അത് കഠിനവാക്കെന്ന് പറയുകയാണ്. അപ്പോൾ യേശു അവരോട് പങ്കുവയ്ക്കുന്നുണ്ട്, അവിടുന്നാണ് സാക്ഷാൽ ജീവനെ നൽകുന്നവൻ, അവിടുത്തെ രക്തമാണ് പാപമോചനത്തിന് ഉതകുന്നത്. അതിനെ അതിൻ്റെ അർത്ഥത്തിൽ കൈക്കൊള്ളണമെന്ന് പറയുമ്പോൾ അവർക്കത് കഠിനവാക്കായി തോന്നുകയാണ്. അത്തരത്തിൽ ആ ജനം യേശുക്രിസ്തുവിനെ വിട്ടുപോവുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 60-ാമത്തെ വാക്യം. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടെടുത്ത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു. നോക്കണേ, 66-ാമത്തെ വാക്യത്തിൽ, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അപ്പോൾ ആത്മീയമായ സത്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ പിന്മാറിപ്പോവുകയാണ്. അങ്ങനെ കൂടി വന്ന ജനം പിന്മാറിപ്പോകുമ്പോൾ യേശുക്രിസ്തു 12 ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 67-ാമത്തെ വാക്യം. ആകയാൽ യേശു 12 നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. 68-ാമത്തെ വാക്യം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ നോക്കണേ, പുരുഷാരം യേശുക്രിസ്തുവിനെ വിട്ടു പോകുമ്പോൾ ഇവിടെ പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അവിടുന്ന് ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ അപ്പമാണ്. ആ യേശുക്രിസ്തുവിനെ വിട്ട് എവിടേക്കും പോകാൻ സാധ്യമല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുക. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ആത്മീയ സത്യങ്ങൾ, വെളിപ്പാടുകൾ, അതിനെ പൊരുൾ തിരിച്ച് നൽകേണ്ടത് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അതിലൂടെയാണ് ആത്മീയ സത്യങ്ങളെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മളുടെ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ ഒന്നും അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അത് നമ്മളെ പരാജയത്തിലേക്കായിരിക്കും നടത്തുന്നത്. ഒരു വേള നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിലും കർത്താവിലും ഒന്ന് ഏകാഗ്രമാക്കാം. അവിടുത്തെ വഴി നടക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.